ചേട്ടാ, ജി സുധാകരനെ പോലെ വളരെ തലമുതിർന്ന ഒരു നേതാവ്, ആ തലമുതിർന്ന നേതാവിനോട് നിങ്ങളവിടെ അടങ്ങിയിരിക്കുക, നിങ്ങളിനി ശബ്ദിക്കരുത് എന്നൊക്കെ പറയാൻ ഈ പത്തനംതിട്ട ഘടകത്തിന് എങ്ങനെ കഴിയുന്നു? പ്രജിത, പത്തനംതിട്ട ഘടകമൊന്നല്ല, പിന്നെ ഈ കേരളത്തിലെ മറ്റേതൊരു ജില്ലാ ഘടകത്തിനും ജി സുധാകരൻ്റെ നാവ് അടപ്പിക്കാൻ കഴിയില്ല. അത് സുധാകരൻ പറഞ്ഞില്ലെങ്കിലും സുധാകരൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ പാർട്ടിക്കാരുമുണ്ട്. സുധാകരൻ എന്ന മന്ത്രിയെ, സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ, സുധാകരൻ എന്ന നേതാവിനെ ജനപ്രിയനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ഒരുപക്ഷെ ഇത്രയേറെ അവർക്ക് ചൊറിച്ചിൽ വരാൻ കാരണം അദ്ദേഹം വളരെ അഴിമതിരഹിതനും ആയതുകൊണ്ടായിരിക്കും. ജി സുധാകരൻ വി എസിന് ശേഷം ഏറ്റവും നല്ല ജനപ്രിയനായ ഒരു നേതാവാണ്. ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ പിന്നെ ഈ പറയുന്ന പോലെ സുധാകരനെ ഈ പറയുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ, പുതിയ തലമുറയിലെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ, എം ആരിഫിനെ പോലെയൊക്കെയുള്ള പുതിയ തലമുറയിലെ കുറേ അധികം പേര് ഇതിനകത്തോട്ട് വരികയും ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമാണ് ജി സുധാകരൻ, തോമസ് ഐസക്ക്, CS സുജാത, ഇപ്പോൾ ഇന്നലെ പ്രതിഭാ ഹരിവരെ, അതായത് പാർട്ടിയിലെ കറകളഞ്ഞ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം. ഈ ഒരു തരംഗം തുടങ്ങുന്ന സത്യത്തിൽ പിണറായി ഇതിലേക്ക് വന്നതോടുകൂടിയാണ്, മെയിൻ സ്ട്രീമിലേക്ക്. അതായത് പാർട്ടി സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് പിണറായിസം ആഞ്ഞടിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കറ കളഞ്ഞ നേതാക്കളെ പാർട്ടിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇത്രമേൽ ശക്തമായതെന്നാണ് തോന്നുന്നത്. പ്രജിത, ഇതിനകത്ത് ഞാൻ എൻ്റെ കേട്ടറിവിൽ പറയുന്നതാണ്, ഒരു നല്ല ഭയങ്കര വ്യക്തമായ ഒരു പ്ലാനോടെയാണ് പിണറായി വിജയൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തനമായി നിൽക്കുന്ന ഒരു നീണ്ട 15 കൊല്ലത്തെ പ്ലാനിങ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ 15 കൊല്ലം ഇതാ കഴിയാറായി. അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ അമരത്തേക്ക് പെട്ടെന്ന് വന്നതല്ല. അത് നമുക്ക് വേറൊരു എപ്പിസോഡ് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. കാര്യം പിണറായി എന്നൊരു നേതാവിൻ്റെ അപ്രമാദിത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പീഡനമൊക്കെ ഈ സുധാകരൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ VS സർക്കാരിൻ്റെ കാലത്തും സുധാകരൻ ഉണ്ടായിരുന്നതാണ്. അതായത് മാറി നിന്ന സുധാകരനെ ഒരു വേള ചേർത്ത് പിടിച്ച് പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് VS ആണ്. ആലപ്പുഴ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു കഴിവുള്ളവനാണ് എന്ന് VS ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ VSൻ്റെ ശിഷ്യനാണ് എന്ന് തുടക്കം മുതൽ പിണറായി ഒരിക്കലും VSൻ്റെ ശിഷ്യനായിരുന്നില്ല. ഇവിടെ പത്രങ്ങളൊക്കെ എഴുതി VS ആണ് പിണറായിയെ സെക്രട്ടറി ആക്കിയെന്ന്. അതൊക്കെ പിന്നീട് ചില എപ്പിസോഡുകളിൽ നാം നിങ്ങളോട് പറയുന്നതാണ്. അതായത് ഒരിക്കലും പിണറായിക്ക് തന്നെക്കാൾ മുതിർന്ന ആരും വരാൻ പാടില്ല. ശൈലജയെ ഒതുക്കിയത് അതുകൊണ്ടാണ്. ശൈലജ എന്ന ആരോഗ്യമന്ത്രി കഴിഞ്ഞ കോവിഡ് കാലത്ത് നാം എല്ലാം കണ്ടതാണ്. ഏറ്റവും മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. എത്ര തന്നെ ശത്രുക്കൾ പോലും അവരെ അംഗീകരിച്ചതാണ്. അപ്പോൾ അവരെ ഒതുക്കിയത് ആരാണ്? ഈ പിണറായിയാണ്. അപ്പോൾ പ്രജിത പറഞ്ഞ പോലെ ഒരു വേള പിണറായി അങ്ങനെ കയറി വന്നതല്ല. പിണറായി നീണ്ട ഒരു കാലം, ഇനിയുള്ള ഒരു 10 മാസമാണെങ്കിൽ 10 മാസം അയാൾ വെൽ പ്ലാനഡ് ആണ്. അതാണ് അയാളെ സ്റ്റാലിൻ എന്ന് പറയുന്നത്. സ്റ്റാലിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്രൂരതയും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൂരതയ്ക്ക് കുറവൊന്നുമില്ലല്ലോ. ചിരിക്കാൻ അറിയാത്ത വേദനയില്ലാത്ത, അതായത് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മോളുടെ കേസിലൊക്കെ ഈ പാർട്ടിയുടെ ഘടകത്തിൽ ഇപ്പോൾ ജി സുധാകരൻ ഇന്നലെ പറഞ്ഞു, എന്നെ അവിടെ ഇരുന്നു കൊണ്ട് പത്തനംതിട്ടയിലെ ഒരു ഏരിയ കമ്മിറ്റി അങ്ങനെ പറഞ്ഞത് അങ്ങേർക്കൊരു പ്രശസ്തിക്ക് വേണ്ടിയാണ്. ഞാൻ ഏതാണ്ട് അങ്ങനെ ഞാൻ ധരിക്കുന്നുള്ളൂ. അവിടെ പൊട്ടി പോകുമ്പോൾ അവിടെ പൊട്ടിക്കോട്ടെ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അത് പൊട്ടിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ കൂടി അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ പാർട്ടിയുടെ ആശയമാണ് എന്ന് അവർക്ക് തോന്നാത്ത രീതിയിലാണ്. അതായത് വേദിയിലിരിക്കുന്നത് അല്ലെങ്കിൽ മുൻപിലിരിക്കുന്നത് സദസ്യരായിട്ടിരിക്കുന്നത് BJPയോ കോൺഗ്രസോ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി ആശയങ്ങൾ അതേ രീതിയിൽ വളരെ ടാക്ടിക്സോട് കൂടിയിട്ട് അവരിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ, അവരിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ അവർ കൂടി കൈയടിക്കുന്നുണ്ട്. ഇത് നിറഞ്ഞ അസൂയയാണ്. കാര്യം എന്ന് വെച്ചാൽ കേൾവിക്കാരുള്ളൊരു നേതാവിനെ കാണാൻ പോലും ഇഷ്ടമില്ലാത്ത, അതായത് കേൾവിക്കാരുള്ളൊരു നേതാവിന്, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ പ്രേക്ഷകർക്കൊക്കെ തന്നെ, നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ജി സുധാകരൻ്റെ പ്രസംഗമൊക്കെ ഇഷ്ടത്തോടെ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ ജി സുധാകരനെ പെടുന്ന പോലെ ഇഷ്ടപ്പെടാത്ത നേതാക്കൾക്കിടയിൽ അവർക്ക് അങ്ങേരുടെ ഒരു ഭാഗ്യം കണ്ടില്ല, അങ്ങേര് എന്തുമാത്രം പേരെ കേൾക്കുന്ന ആ അസൂയയാണ്. കാര്യം ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ P കൃഷ്ണപിള്ള എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ സ്മാരകം തകർത്ത നാടാണ്.
അതുമാത്രമല്ല VS ഒരു സമ്മേളന വേദിയിൽ ഒരു സമ്മേളന കാലത്ത് VS അവിടുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് VSനെ ഇരുത്തിക്കൊണ്ട് അവഹേളിച്ച പിണറായി ആ വേദിയിൽ ഇരുന്നുകൊണ്ട് പിണറായി അവിടെ വിട്ടിട്ട് അദ്ദേഹം വേലിക്കകത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ട് VSന്റെ മനസ്സ് വേദനിപ്പിച്ച എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരു വേള ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. എന്തായാലും VSന് ശേഷം പാർട്ടിക്കകത്തൊരു നല്ല ശബ്ദമായി G സുധാകരൻ ഉയർന്നു വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തായാലും സുധാകരനെ ഒതുക്കാൻ മുൻപും ശ്രമം നടന്നു. അതായത് സുധാകരനെ പാർട്ടിയിലെ 75 വയസ്സ് പ്രേക്ഷകരോട് തുറന്നു തന്നെ പറയാം, 75 വയസ്സിന്റെ മാനദണ്ഡം പിണറായി തന്നെ പ്രകാശ് കാരാട്ടുമായി പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയതാണ്. ആ 75 വയസ്സിന്റെ മാനദണ്ഡം കൊണ്ടാണ് G സുധാകരനെയൊക്കെ ഒതുക്കിയത്. കാര്യം ഒരു വേള പലരും തന്നെക്കാൾ പൊങ്ങാൻ പാടില്ല എന്നുള്ളത് പാർട്ടി വേദിയിൽ ഒരു പാർട്ടിയുടെ ഒരു ലിഖിത നിയമം പോലെ ആക്കി തീർത്തതിലും കളി ഈ പിണറായിക്കുണ്ട്. കാര്യം തനിക്ക് 75 വയസ്സ് സമീപഭാവിയിലാകുമെന്നും ആ കാലം തനിക്കെത്തുമെന്നും തന്നെ മൂലയിൽ തനിക്കും ഇരിക്കേണ്ടി വരുമെന്നും പിണറായി അന്ന് ചിന്തിച്ചില്ല. കാര്യം സുധാകരനെ ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ സുധാകരൻ VSന് ശേഷം അറിയപ്പെടുന്ന ഒരു നേതാവായി കേരള സമൂഹത്തിനിടയിൽ പൊങ്ങി വരും എന്ന് അദ്ദേഹത്തെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും പണ്ടേ ഇഷ്ടമാണ്. ഇവര് വിചാരിച്ചത് അന്ന് കഴിഞ്ഞ കുറെ നാളുകൾ അദ്ദേഹത്തെ കുറിച്ചുള്ള സംസാരങ്ങൾ തന്നെയായിരുന്നു. അന്നൊക്കെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് ഇവർ വ്യക്തമായി, നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവർ വ്യക്തമായി നടപ്പാക്കുന്ന ഒരു അജണ്ട, ഒരു മർമറൻ ക്യാമ്പയിൻ നടത്തും. പക്ഷെ അദ്ദേഹം പോയില്ല. അല്ല, സുധാകരനെ ഇപ്പം പ്രീത നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 3000-ലധികം പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ പ്രസംഗിച്ചത് BJP-ക്കാർക്ക്, അത് സത്യമാണ്, BJP-ക്കാരനും ഇഷ്ടമാണ്. കോൺഗ്രസ്സുകാരൻ VD സതീശൻ പറഞ്ഞു ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തിനെ എതിർത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കഴിവുറ്റ ഒരു മന്ത്രിയായിരുന്നു, ഒരു സംഘാടകനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറയില്ല. KC വേണുഗോപാൽ അദ്ദേഹത്തെ കാണാമെന്ന് പോയി, അന്ന് പറഞ്ഞു അങ്ങേര് വിട്ടുപോകുന്നു. അതായത് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ പിണറായി അല്ലെങ്കിൽ ഇവിടുത്തെ പല നേതാക്കളും G സുധാകരൻ ഈ പാർട്ടി വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കൽ ആശയപരമായിട്ട് ഇദ്ദേഹം ഐസക്കുമായിട്ട് ഒരു തർക്കത്തിലുണ്ടായിരുന്നു. ഐസക്ക് ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാതെ പറഞ്ഞു പോയി ഒരു നേതാവ് കൂടിയുണ്ട്, ഗൗരിയമ്മ. ഈ KR ഗൗരി എന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജയിച്ച പാർട്ടിയാണ്. എന്നിട്ട് അന്ന് ഗൗരിയമ്മയെ തള്ളിയവരാണ്. അപ്പോൾ ഇരട്ടത്താപ്പ് ഇവരുടെ കൂടെ ചതി ഇന്നലെയും തുടങ്ങിയതല്ല ഈ പാർട്ടിയിൽ. അതാണ് ഇടയ്ക്കിടയ്ക്ക് പിണറായി പറയുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ അറിയില്ല എന്ന്. ഏതായാലും ഞങ്ങൾക്ക് ഈ പാർട്ടിയെ അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അദ്ദേഹം ഇങ്ങനൊരു നേതാവായി പൊങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വിലങ്ങുതടിയായി നിന്ന് അദ്ദേഹത്തിനെ തകർത്ത് അദ്ദേഹം മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ മുനയടിച്ചു വിട്ട നേതാക്കളിൽ VSന് ശേഷം ഒരു ശബ്ദമാവേണ്ട ആളായിരുന്നു G സുധാകരൻ. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ നാവടപ്പിക്കാൻ പത്തനംതിട്ടയിൽ നിന്നല്ല കേരളത്തിലെ ഒരു ജില്ലാ ഘടകത്തിലും ഒരു ബ്രാഞ്ചിലും ഒരാളും ഇനിയും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. കാര്യം അത്ര കണ്ട് കേരള സമൂഹത്തിന് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ